നമ്മൾ ഇന്ന് ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കാം. ഫ്രഷ് ഫ്രൂട്ട് പറിക്കാൻ പോവുകയാണ് താഴേക്ക്. നമുക്ക് പോയാലോ? ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ ഗൈസ്, മറക്കരുത്. പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ഇതാ ഇവിടെ വീട്ടിൻ്റെ മുന്നിലെത്തി ഗൈസ്. 3 ഫ്രഷ് ഫ്രൂട്ടും കൊണ്ട് ഞാനും എൻ്റെ ഫ്രഷ് ഫ്രൂട്ടും എത്തി. ഇത് സത്യം പറഞ്ഞാൽ മാംഗോ ഇട്ടിട്ടാണ് ഗൈസ് ഉണ്ടാക്കുക. ഞാൻ മാങ്ങയൊന്നും ഇടുന്നില്ല. പിന്നെ നമുക്കിത് കഴുകാനായിട്ട് നമ്മൾ താഴെ കിച്ചണിൽ എത്തിയിട്ടുണ്ട് ഉണ്ടാക്കാൻ. അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കാനല്ല കഴുകാൻ കപ്പ് എടുക്കാം ഗൈസ്. കപ്പ് ഗൈസ് ഒന്നിവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതിൽ നമുക്ക് ഇതാക്കാം. നമ്മൾ കഴുകാനായിട്ട് പോവാണ്. കണ്ണുവെച്ച് 2 കഴുകി. ഇനി നമുക്ക് ബാക്കിയും കൂടെ കഴുകണം. ഒന്നും കൂടെ ഉണ്ട് ബാലൻസ്. അപ്പം അതും കൂടെ നമുക്ക് കഴുകാം. നല്ല മഞ്ഞയായിട്ടുള്ള ഫ്രഷ് ഫ്രൂട്ട്. നമ്മളിവിടെ വേറെ ടൈപ്പ് ഫ്രഷ് ഫ്രൂട്ട് കിട്ടും. അത് ഇപ്പോൾ എങ്ങനെയാണ് അറിയാം ഗൈസ്, നല്ല ഒരു കാപ്പി കളറായിട്ടുള്ളൊരു ഫ്രഷ് ഫ്രൂട്ട് ഉണ്ട് ഇവിടെ. നല്ല മധുരമാണ്. അതിൽ പഞ്ചസാര ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നല്ല മധുരമാണ്. ഇത് കപ്പെടുത്തേക്കാം. അപ്പോൾ ഗൈസ് കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കാം. ഫസ്റ്റ് നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നിങ്ങളിവിടെ ഇരിക്കുക ഗൈസ്. നമ്മൾ വന്നിട്ട് മിക്സി എടുക്കാൻ പോവാണ്. നമുക്ക് എടുക്കാം. ഇതുണ്ടോ, മിക്സി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് അവിടെ വെക്കാം. നെക്സ്റ്റ് ഞാൻ കാണിച്ച മിക്സി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജാർ എടുക്കണം. അതിന് മുന്നേ ഞാൻ ഇത് കുത്താൻ പോവാണ്. ഞാൻ കുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സി എടുക്കാം ഗൈസ്. ഇവിടെ ഇരിക്കുന്നുണ്ട് മിക്സി. നമുക്ക് ഇത് തുറക്കാം. നമ്മുടെ മിക്സി നമുക്ക് ഈ ഫ്രഷ് ഫ്രൂട്ട് നമുക്ക് ഇതിലോട്ട് മുറിച്ച് ഇടാം. മുറിച്ചിട്ട് ഇത് തോടിടരുത് കേട്ടോ ഗൈസ്. അതിൻ്റെ ഉള്ളത്തെ സംഭവം നമുക്ക് ഇടാം. ഞാൻ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കിതാ ഈ ഫ്രഷ് ഫ്രൂട്ടൊക്കെ ഇതിനകത്ത് ഇങ്ങനെ ഇടാം. കണ്ടോ ഗൈസ്, നമ്മളിതൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഫ്രഷ് ഫ്രൂട്ട് ഇതിനകത്ത് ചുരണ്ടി ഇടാം. അകത്ത് നോക്ക് ഗൈസ്, നല്ല ഓറഞ്ച് കളറ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് അടുത്ത ഫ്രഷ് ഫ്രൂട്ട് 2 കൂടെ മുറിച്ചിടാം. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ് ഗൈസ്. നല്ല ടേസ്റ്റാണ്. വെയിൽ കാലത്ത് വേണം ഇത് ഉണ്ടാക്കാൻ. പക്ഷെ ഞാൻ ഇപ്പം തണുപ്പ് കാലത്താണ് ഉണ്ടാക്കണത്. വൈപ്പിടിച്ച് ലാസ്റ്റ് വേണം കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം. അപ്പോൾ ഗൈസ് നമ്മൾ ലാസ്റ്റ് വേണം കൂടെ കംപ്ലീറ്റ് ആക്കി. നമുക്കിത് അങ്ങനെ തന്നെ ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിടാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കുമ്പോൾ തന്നെ ഫുൾ ക്ലീൻ ആക്കി വെക്കാം കേട്ടോ ഗൈസ്. ഡസ്റ്റ്ബിന്നിലൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈയൊന്ന് തുടയ്ക്കാം. നമുക്കിതാ ഇത് കണ്ടു ഗൈസ്, ഇത്രയും ഫ്രഷ് ഫ്രൂട്ടാണ്. കാണിച്ചു തരാം. പിന്നെ അടുത്തതൊന്ന്
സ്പൂണില്ലേ ഗൈസ്, സ്പൂൺ വെച്ചൊന്ന് ചുമ്മാ ഒന്ന് ഇളക്കി നോക്കാം. ഈ മേലെ തന്നെ ഇതിൻ്റെ ഷുഗറൊക്കെ ഇരിക്കുന്ന കാര്യം നമുക്കൊന്നും കൂടെ നൈസിന് അടിച്ച് നോക്കാം. അത് കൂട്ടിക്കാം, കുറച്ചും കൂടെ അരക്കാണ്ടോ, ഒറ്റൊരു വശം കൂടെ അരച്ചാൽ മതി. ഇപ്പോൾ കറക്റ്റായി. ഷുഗർ ഇടാം. ആയിന്ന് ഞാൻ പറയില്ല, നമുക്ക് നോക്കാം ആയുമൊന്നും, ചിലപ്പോൾ ആയിട്ടുണ്ടാവില്ല. ചൂടുവെള്ളമാണ് ഇവിടെ ഉണ്ടായത്, അപ്പം ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചത്. ഇനി നമുക്ക് ആയിട്ടുണ്ട്, നമുക്ക് ഇത് ഒഴിക്കാം. ഞാൻ അരിക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പം നമുക്ക് അരിക്കാൻ അരിപ്പ് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ റെഡിയാണ് ഗൈസ്. ഇനി നമുക്കത് ഒഴിക്കാം. ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ കുറുക്കി എടുക്കാം ഗൈസ്. കുറുക്കി എടുക്കാം. ഇതിലിങ്ങനെ ചെറുതായിട്ട് ആ ഒരു പതപ്പ് വരുവേ, അത് തന്നെ ഞാൻ നല്ലോണം നല്ല ഫ്രഷായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഇടാം. ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാം. ഇതിങ്ങനെ ഫ്രഷായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ. നമ്മൾ ജ്യൂസ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് കുടിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. പിന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം എന്നാൽ ബൈ.